ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നതും ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ്. കുറച്ച് പ്ലാന്റുകളൊക്കെ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ റേറ്റും പറയുന്നുണ്ട്. ആവശ്യമുള്ളവർ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഏതൊക്കെ പ്ലാന്റുകളാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കണമെന്നത് കാണാം. പിങ്ക് ബട്ടൺ റോസിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണിത്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ കട്ടിങ് മുറിച്ച് വേരുപിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വാങ്ങിക്കുവാണെങ്കിൽ ഇതിൻ്റെ കട്ടിങ് മുറിച്ച് വേരുപിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തൈകളുണ്ടാകും. റോസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വെയിലുള്ള പോർഷനിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നിറച്ച് കൊലകൊലയായിട്ട് പൂക്കളുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളർന്നു വരുന്ന തണ്ടുകളെല്ലാം പുതിയതായിട്ട് വരുന്നതെല്ലാം പൂക്കളായിട്ട് മാറുന്ന ഒരു രീതി കൂടെയുണ്ട് ഈ ബട്ടൺ റോസയ്ക്ക്. റേറ്റ് ഒരിക്കൽ കൂടി പറയുകയാണ്, 80 രൂപയാണ്. ബ്ലൂ ഡേയ്സിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്ലൂ കളറിലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കേട്ടോ. അതുമാത്രമല്ല നിറച്ച് പൂക്കളുണ്ടാകുകയും ചെയ്യും. നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ചട്ടിയിൽ നമുക്ക് നിലത്തൊക്കെ വയ്ക്കാം, അല്ലാതെ ഹാങ്ങിങ് ആയിട്ടുമൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നല്ല നീല നിറത്തിലുള്ള പൂക്കൾ കാണാൻ തന്നെ നിറച്ച് പൂവായിട്ട് നിൽക്കുമ്പം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്ലാന്റ് സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 50 രൂപയാണ്. അത്യാവശ്യം നല്ലൊരു വെയിൽ വേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് ബ്ലൂ ഡേയ്സ്. കുറച്ച് വിങ്കയുടെ തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. 3 വെറൈറ്റിയുടെ തൈകളാണ് വിൽപ്പനയ്ക്ക് റെഡി ആയിരിക്കുന്നത്. ബ്ലാക്ക് മൂണിൻ്റെയും വയലറ്റിൻ്റെയും പിങ്കിൻ്റെയും തൈകളാണ് വിൽപ്പനയ്ക്ക് റെഡി ആയിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി മഞ്ഞുകാലം വരുന്ന സമയത്ത് നമ്മുടെ ഗാർഡനിൽ നിറച്ച് പൂക്കൾ വേണമെന്നുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വിങ്ക എന്ന് പറയുന്നത്. വിത്തിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഇനി സെയിലിന് റെഡി ആയിരിക്കുന്നത് ലെൻഡാന യെല്ലോയുടെ കുറച്ച് തൈകളാണ്. നല്ല ഒരു ലെൻഡാനയുടെ എല്ലാ കളറും നല്ല ഭംഗി തന്നെയാണ്. പക്ഷേ എന്നാലും ഇത്തിരിയുടെ ഭംഗിയാണ് ഈ യെല്ലോ കളറിന് കാണാൻ. അത് മാത്രമല്ല ചട്ടി നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ റേറ്റ് 50 രൂപയാണ്. പ്ലാന്റ് സൈസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വെയിലുള്ള പോർഷനിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ്. ഏത് സൈസിൽ വേണമെങ്കിലും നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ്, 50 രൂപയാണ്. ഡെയ്സിയുടെ ഡബിൾ പെറ്റലിൻ്റെ വയലറ്റിൻ്റെയും വൈറ്റിൻ്റെയും കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വയലറ്റിലുണ്ടാകുന്ന പൂ കണ്ടോ, ഇതേ കളറിലുള്ള പൂക്കളാണ് ഇതിന്മേൽ ഉണ്ടാവുന്നത്. നല്ല ഭംഗിയാണ്. കൂട്ടത്തോടെ ഇതിന്മേൽ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. ഇത് മുട്ടായിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ എല്ലാ തൈകളും മുട്ടായിട്ടുള്ളതല്ല. പക്ഷേ അയച്ചു തരുന്നത് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും. വയലറ്റിൻ്റെ റേറ്റ് 60 രൂപയും വൈറ്റ് ഡബിൾ പെറ്റൽ വൈറ്റിൻ്റെ റേറ്റ് 50 രൂപയുമാണ്. അതിൻ്റെയും പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വൈറ്റിൻ്റെ പൂവ് ആയിട്ടുള്ള ചെടി ഇരിപ്പില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിക്കാം. ഡെയ്സി നട്ടുപിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് നല്ല വെയിലുള്ള പോർഷനിൽ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അത്യാവശ്യം വെയിൽ വേണ്ട ഒരു പ്ലാന്റാണ് ഡെയ്സി എന്ന് പറയുന്നത്. നമ്മുടെ കൈ കിട്ടി ഉടനെ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞ. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം വെയിലുള്ള പോർഷനിൽ സെറ്റ് ചെയ്താൽ നിറച്ച് പൂക്കളുണ്ടാകും.
ഈസി സിംഗിൾ പെറ്റലിൻ്റെ ലാവണ്ടർ കളറിൻ്റെയും വൈറ്റിൻ്റെയും കുറച്ച് തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇത് ലാവണ്ടറിൻ്റെ തൈകളാണ്. ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ്. പൂവായിട്ടുള്ള പിക്ചർ വീഡിയോയിൽ കാണിക്കാം. ഡബിൾ പെറ്റിനേക്കാൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തിരി കൂടുതൽ തൈകൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഡബിൾ പെറ്റലിന് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ തൈകൾ നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഉണ്ടാകും. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നുള്ളത്. വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചോട്ടിലാണ് തൈകൾ ഉണ്ടാകുന്നത്. അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു പോർഷനിലാണ് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. റേറ്റ് 40 രൂപയാണ്. പ്ലാന്റ് സൈസാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ സീനിയയുടെ കുറച്ച് തൈകളും വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 60 രൂപയാണ്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സ്റ്റാർ സീനിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും ചെടി നിറച്ചു പൂക്കളുണ്ടാകും. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. കട്ടിങ് മുറിച്ചാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തുന്നത്. ചകിരിച്ചോറിൽ കട്ടിങ് മുറിച്ച് വേര് പിടിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. അത്യാവശ്യം നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. നാടൻ സീനിയയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട്. റേറ്റ് 10 രൂപയാണ്. മിക്സഡ് ആയിട്ടുള്ള വിത്തിൽ നിന്നുള്ള തൈകളാണ്. ഡബിളിൻ്റെയും സിംഗിളിൻ്റെയും മിക്സഡ് ആയിട്ടുള്ള വിത്താണ്. ഇനി സെയിൽ റെഡി ആയിരിക്കുന്നത് കോളിസ്റ്റഡിയുടെ കട്ടിങ്ങുകളാണ്. വീഡിയോയിൽ കോളിസ്റ്റഡിയുടെ കട്ടിങ്ങുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പം അത് സെലക്ട് ചെയ്തെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ വാട്സാപ്പിൽ ഇടുന്നുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള പ്ലാന്റിൻ്റെ ഇത് ഇട്ട് തരാം, ഫോട്ടോസ് ഇട്ട് തരാം. അതിൽ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. റേറ്റ് 10 രൂപയാണ്. നമുക്ക് ഒരു ഏരിയ നിറച്ച് കളർഫുൾ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. റേറ്റ് 10 രൂപയാണ്. ഈ വീഡിയോ കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ ഈ വീഡിയോയിലും തരണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.